അപ്പോൾ മുട്ടയൊന്നും ചേരാത്ത നല്ല അടിപൊളി വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പം പാകോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വെജിറ്റബിൾസ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എടുക്കാം. കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. നല്ല സ്ലൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ക്യാബേജ് എടുത്തു. ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ക്യാരറ്റ് വന്നു. ഇനി നമുക്ക് സവാള എടുക്കാം. ഓക്കെ, വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാം. മുട്ടയൊന്നും യൂസ് ചെയ്ത് നല്ല അടിപൊളി മയോണൈസ് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളെടുത്തു. ഇനി വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് എടുക്കാം. ഇത് വെച്ചാണ് നമ്മൾ മയോണൈസ് അടിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇനി ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുരുമുളക് പൊടിയല്ല, കുരുമുളക് നല്ലപോലെ ഇടിച്ചെടുത്താണ്. ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മയോണൈസിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ എടുക്കാം. നാരങ്ങ നല്ലപോലെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ എടുക്കാം. എത്ര പൊട്ടു. വാവ്, സൂപ്പർ. ലേശം നീരൊഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും, കുറച്ച്. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെജിറ്റബിൾസിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. കുറേ ഷീറ്റ് കൊടുത്ത് നമുക്ക് നല്ലപോലെ വെജിറ്റബിൾസ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നല്ലപോലെ നമ്മുടെ മയോണൈസിൻ്റെ അതിൽ മുക്കിയെടുത്തു. അപ്പോൾ മുട്ടയൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബണ്ണിൻ്റെ അതിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ബണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതിലേക്ക് നമുക്ക് നമ്മുടെ മയോണൈസ് തേച്ച് കൊടുക്കാം. അപ്പോൾ ബണ്ണിൻ്റെ അതിലേക്ക് നമ്മൾ മയോണൈസ് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നൈസായിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ അതിലേക്ക് വെജിറ്റബിൾ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഇനി നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് എത്രത്തോളം നമ്മൾ നൈസായിട്ട് അരിയുന്നോ അത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വെജിറ്റബിൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടത്തെ കേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. വാവ്, സൂപ്പർ. അപ്പോൾ ഇതേപോലെ മുട്ടയൊന്നും യൂസ് ചെയ്യാതെ മയോണൈസ് ഒക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.